എന്താ രസമല്ലേ ഈ മഞ്ഞത്താമര. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. സൂപ്പർ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ നൽകുന്ന മനോഹരമായ ഒരു പൂന്തോട്ടത്തിലാണ്. പ്രകൃതിയുടെ ഭംഗി തൊട്ടറിഞ്ഞ് വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും കാണാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. വായോ. തിരുവനന്തപുരം ജില്ലയിൽ വനപ്രദേശങ്ങളാലും പ്രകൃതി ഭംഗിയാലും ചുറ്റപ്പെട്ട മനോഹരമായ ഒരു മലയോര ഗ്രാമം, അതാണ് നമ്മുടെ പാലോട് കേട്ടോ. അപ്പോൾ പാലോട് നന്ദിയോടെന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാവറയിലാണ് ഞാൻ പറയുന്ന ഈ ഗാർഡൻ. നിങ്ങളുടെ വീടിനും മുറ്റത്തിനും അനുയോജ്യമായ ചെടികൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഗാർഡനാണ് കേട്ടോ ഈ ഗാർഡൻ. ഇതാണ് നമ്മുടെ സ്വന്തം റോസ് ഗാർഡൻ പ്ലാവറ. അപ്പം നമുക്ക് ഇവിടുത്തെ കളക്ഷൻ ഒന്ന് കണ്ടുവയ്ക്കാലോ. നല്ല രീതിയിലുള്ള കളക്ഷനാണുള്ളത്. അപ്പം നമ്മൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഏകദേശമുള്ള ഒരു 75% കളക്ഷൻ ഞാൻ നിങ്ങൾക്കായിട്ട് നമ്മൾ ഇന്ന് കാണിക്കാൻ കേട്ടോ. നിങ്ങൾ ഈ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ഓർക്കിഡ്. ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് നമ്മൾ ഗാർഡനിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് കേട്ടോ. പൂത്ത് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു വ്യൂ ആണത്. നമ്മളിത് ഗാർഡൻ അകത്തുള്ള കാഴ്ചകളാണ് ആദ്യമേ കാണിച്ചു തരുന്നത്. നമ്മുടെ നല്ല തൂക്ക് ചെടികളാലും പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റുകൾ, ഔട്ട്ഡോർ പ്ലാന്റുകൾ, അതെല്ലാം ചെടിച്ചട്ടിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ചെടിച്ചട്ടിയിൽ മാത്രമല്ല കവറിലും ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റുകളുടെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അത് വൈറ്റ് പോട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അതെ, അതുകൂടാതെ തന്നെ ആ കല്ലിലൊക്കെ കളർ കല്ലുകളെല്ലാം പാവിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ഈ ഇൻഡോർ പ്ലാന്റുകൾ നമ്മുടെ വീടിനകത്ത് അഴക് കൂട്ടുന്നവ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻഡോർ പ്ലാന്റുകളാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റുകളാണ് സർവ്വസാധാരണമായി നമ്മൾ പുറത്ത് കാണുന്നത് വരെ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ചിലപ്പോൾ ഇതുകൂടെ സൗന്ദര്യം കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. അത് ഈ ചെടിച്ചട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകതയാണല്ലേ, അതിൻ്റെ ആ പോട്ട്സിൻ്റെയൊക്കെ പ്രത്യേകത തന്നെയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇതെല്ലാം കാണാൻ. ഇലകൾക്ക് തന്നെ എന്ത് ഭംഗിയാണ്, ഇലച്ചെടിയാണെങ്കിലും. ഇപ്പൊ ഒരുപാട് പേര് ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട് കേട്ടോ വീടിനകത്ത്. ഒരുപാട് പേര് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോട്ടും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. പോട്ടും ഇവിടെയുണ്ട്. പിന്നെ പോട്ടിംഗ് മിക്സും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും കേട്ടോ. പോട്ടിംഗ് മിക്സ് ഉണ്ട്, അതുകൂടാതെ വളം ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനുള്ള കീടനാശിനികൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ തരുന്നതായിരിക്കും. ചാണകപ്പൊടി, പിന്നെ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ചകിരി, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ തരും കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിത് ഈ ചെടികൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രതിഭാസം കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിൻ്റെ കളക്ഷൻ ഫുൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മൾ ഇതിനകത്ത് കാണാനിടയായി. നല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ വരെ ഞങ്ങൾ ഇതിനകത്ത് കണ്ടു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ റൂമിനകത്തെന്ന് പറഞ്ഞാൽ ഗാർഡനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം അവിടെ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായി നല്ല വൃത്തിക്ക് അകത്ത് തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഒരു മഴക്കാലം കൂടി ആയതുകൊണ്ട് പുറത്ത് കുറച്ച് ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവരകത്തും പിന്നെ അല്ലാത്ത ഷെഡിലൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വന്ന് കയറുമ്പോൾ നമുക്ക് തോന്നുന്നു കുറച്ച് ചെടിയല്ലേ ഉള്ളൂ എന്നല്ല, അകത്ത് ഒത്തിരി ചെടികളുണ്ട്. പിന്നെ മഴക്കാലം ആയത് കാരണം പൂച്ചെടികളിലൊക്കെ പൂവൊക്കെ വളരെ കുറവാണ് കേട്ടോ. വെള്ളം ഒരുപാട് വേണ്ടാത്ത ചെടികളാണ് ഇൻഡോർ പ്ലാന്റ്. അതുകൊണ്ടാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് എല്ലാം അകത്തോട്ട് വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം വന്ന് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അതല്ല, ഇവിടെ ഏതെങ്കിലും ചെടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനാണെങ്കിൽ നമ്പറും ഞങ്ങളിവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടും നമുക്ക് വളരെ ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ ബാബാച്ചി. നമ്മൾ കുറേ നാളുകൾ നമ്മൾ മുമ്പ് ഒരിക്കൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നതിനേക്കാലത്ത് കൂടെ കളക്ഷൻ ഈ റോസ് ഗാർഡനിൽ നമ്മൾ കാണാനിടയായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. നമ്മൾ മോൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനൂട്ടിക്ക് വരെ ഇതിങ്ങനെ പോയപ്പോഴത്തേക്ക് കുറേ പുതിയ പുതിയ പോട്ട്സുകൾ കണ്ടല്ലേ. അതെ, ചെടിച്ചട്ടികൾ, പുതിയ മോഡലിലുള്ള ചെടിച്ചട്ടികളൊക്കെ ഇവിടെ കണ്ടു. അതൊക്കെ മീനൂട്ടി പറഞ്ഞു പുതിയ വീട് വയ്ക്കുമ്പോൾ നമുക്കിതെല്ലാം വാങ്ങണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ നമ്മുടെ ഇത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്നതിൽ. ഇതൊക്കെ നോക്കി ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അത് എന്തോ ഒരു വെറൈറ്റി അല്ലേ. അത് നടാം എന്നതിൻ്റെ കൂടെ ഒരു
ഉദാഹരണമാണ് അതെ, കേട്ടോ. ഉദാഹരണം പതി നല്ല മോഡലിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ രീതിയിലുള്ള തൂക്കച്ചെടികൾ വരെ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി അല്ലേ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ചെമ്പകം, താമരയൊക്കെ വേറെ ലെവലായിട്ട് നിൽക്കുകയാണ് മക്കളെ. നിങ്ങൾ കാണണം, നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. ഏത് ആമ്പലാണ് കണ്ടോ. ഇവിടെ ആമ്പൽ ഏകദേശമുള്ള കളറെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആമ്പലിൻ്റെ കളക്ഷൻ വളരെ മനോഹരമായിട്ടുള്ള കളക്ഷൻ ആമ്പലിനുണ്ട്. പിന്നെ അരിപ്പൂവ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അരിപ്പൂവാണ്. പിന്നെ ചെമ്പകമുണ്ട്. ചെമ്പകം എന്ന് പറഞ്ഞാൽ ചെമ്പകം ഏകദേശമുള്ള എല്ലാ കളറുമുണ്ട്. ഈ പൂത്ത് നിൽക്കുന്നത് മാത്രമല്ല, കളർ ഏകദേശമുള്ളതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴിപ്പോൾ ഈ മഴക്കാലം കൂടിയത് കാരണം പൂക്കൾ വളരെ കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ചെടികളെല്ലാം ഇവിടെ കളക്ഷനായിട്ടുണ്ട് കേട്ടോ. ഈ ആമ്പലിൻ്റെയൊക്കെ കണ്ടോ, ഇതൊക്കെ തൈ എടുത്ത് മാറ്റി ചെയ്തിരിക്കുന്നതാണ്. ചെറിയ പോട്ടിൽ അതെ, ചെറിയ പോട്ട്സിലൊക്കെ ചെയ്തിരിക്കുന്നത്, ചട്ടിയിൽ. ബേസിൽ ചെയ്തേക്കുന്നത്. അതെ അതെ അതെ. പക്ഷെ വളരെ ഇത് പൂത്ത് നിൽക്കുന്നുണ്ടോ. ലാവണ്ടർ കളറാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഈ കളർ കാണാൻ. വൈറ്റും ഉണ്ടായിരുന്നു. സൂപ്പർ. ഇത് നമ്മളിപ്പോഴല്ലേ കാണുന്ന. കൊള്ളാം കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മീനുകുട്ടി അതിൽ നിന്ന് പൂ അടിച്ച് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചതാ. മീനുകുട്ടി അടിച്ച് മാറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തെ തെറ്റി. സാധാരണ തെറ്റി. എന്തുകൊണ്ടും നമ്മൾ നോക്കുമ്പോൾ സാധാരണ തെറ്റി. പക്ഷേ ഇത് കുറ്റി, വളരെ പൊക്കം കുറഞ്ഞ തെറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാണുന്ന ചെടി, ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല. കാട്ടുചെടിയാണ്. ഇതിൽ കായ്ഫലമുള്ളതാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇത് എന്താണെന്ന് മൊസാന്ത. സാധാരണ നാടൻ മൊസാന്ത. സാധാരണ എങ്ങും കിട്ടാത്ത ഒരു ഐറ്റം ആണല്ലേ ഇത്. ഇത് പൊടിച്ച് കിട്ടാൻ. പിന്നെ നമ്മളെ ട്രസീന എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ തോനെയുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരുപാട് നമ്മുടെ തൂക്ക് ഇതിൽ ഇടാൻ പറ്റിയ ചെടിച്ചട്ടിയിൽ ഇടാൻ പറ്റിയ കുറേ നല്ല വെറൈറ്റി ചെടികൾ കേട്ടോ. പിന്നെ അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ആണ്. പേരൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ ബോഗൻവില്ല കളക്ഷൻ ഉണ്ട്. ഇത് വേറെ ഷെഡിലും ഒരുപാട് ബോഗൻവില്ല ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ചേമ്പ് ചെടികളാണ്. കലേഡിയം, നമ്മളിത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കലേഡിയം, നിങ്ങൾ കലേഡിയം ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ വീഡിയോയിൽ പോയി നടണം എന്നൊക്കെ ഉള്ളത് അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ പൂ നമുക്ക് വാങ്ങണം. അതൊന്നും ഞാൻ അന്ന് മറന്നുപോയത് വാങ്ങിക്കാൻ. നമ്മളിവിടെ കാട്ടി കിടക്കുന്ന ഒരു ചെടിയിലെ. പിന്നെ അതാ തെറ്റി കണ്ടോ. ഈ തെറ്റി മീന് പറഞ്ഞു ഇത് നമ്മളെ വീട്ടിലുണ്ട്. വാവച്ചി പറഞ്ഞു ഇത് നമ്മളെ വീട്ടിലില്ല. സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിലുണ്ട്. ഓക്കെ, ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ മൊസാന്തയും ആമ്പലും ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് നമ്മുടെ വാവച്ചി ഇങ്ങനെ നടക്കുകയാണ്. വാവച്ചിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ചെടികളെല്ലാം കൊണ്ട് പൊയ്ക്കോളാൻ വയ്യ. ആ ഒരു പരുവത്തിനാണ് നിന്നത്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അമ്പഴങ്ങ, അത് വേറെ ലെവലായി. ഫുള്ള് കാച്ച് മറിഞ്ഞ് കിടക്കുക. അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അമ്പഴങ്ങ അല്ല കേട്ടോ. ഞാനത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്പഴങ്ങ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു അമ്പഴങ്ങ അല്ല, അമ്പഴം, അങ്ങനെ പറയാൻ പറഞ്ഞു. ഇനി നമ്മളെ ഫ്രൂട്ട്സ് ഐറ്റം, അതായത് ഫലവൃക്ഷങ്ങൾ. പിന്നെ നോക്കിയത് നമ്മളെ സ്റ്റാർ ഫ്രൂട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ അതിൻ്റെ പേര് മറന്നുപോയി. എൻ്റെ പേര് അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഞാൻ പേര് പെട്ടെന്ന് വിട്ടില്ല, മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് പ്ലാവ്, മാവ്, പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ തൈ, കുറ്റി തൈയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പടത്തുന്നതല്ല, നമ്മൾ അല്ലാതെ കുറ്റിയായിട്ട് നിന്ന് കായ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തെറ്റി, കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ള അരിപ്പൂവുണ്ട്, കൊള്ളായിരുന്നു കേട്ടോ. വെള്ള. അതെ, പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടായിരുന്നു. ചെമ്പരത്തി, പല ടൈപ്പിലുള്ള ചെമ്പരത്തി ഉണ്ട്. പിന്നെ കോവയുടെ തൈയുണ്ട്, മുളത്തൈയുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടു ഗായ്സ്, എന്താണ് കുറേ ചെടിച്ചട്ടികൾ, ബൊഗൈൻവില്ല കണ്ടു, നമ്മൾ കോൺക്രീറ്റ് ചെടിച്ചട്ടി കണ്ടു. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനും വാവച്ചിയും ഞാനും മീനുകുട്ടിയും കൂടെ കണ്ടെത്തിയ ഒരു സാധനമുണ്ട്. അതാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി. നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചിട്ട് നമ്മളിങ്ങനെ പോയെന്നുള്ളത് ഇത് അമ്പഴം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ മാവും തൈയൊക്കെ, നല്ല മനോഹരമായിട്ടുള്ള മാവും തൈയും, പിന്നെ എന്താണ് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. നമ്മളെ നല്ല ഗാർഡനെ വളരെ മനോഹരമായിട്ട് ആക്കുന്ന രീതിയിലുള്ള കുറേ ചെടികൾ. പിന്നെ നമ്മളെ ഈ പാം ഐറ്റംസ് ഉണ്ടല്ലോ. പാം എന്ന് പറയുമ്പോഴത്തേക്ക് അടയ്ക്ക, നമ്മുടെ ഗാർഡൻ അടയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാട് ഇവിടെ നിൽക്കുന്ന കണ്ടു കേട്ടോ. അതൊക്കെ വളരെ മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചേർത്ത് വച്ചിരിക്കുന്നുണ്ട്, തിങ്ങി നിറങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷെ അത് കളക്ഷൻ കൂടുതലായതിൻ്റെ ഒരു
പോരായ്മ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെ ഒരു കാര്യം. സ്ഥലപരിമിതിയും ഉണ്ടല്ലോ, സ്ഥലപരിമിതി അതുകൊണ്ടാണ് ഉണ്ട്. കേട്ടോ ഇങ്ങനെ അതെ, വെച്ചേക്കുന്നത്. മാവും തൈയും ഒക്കെ ഈ മാവും തൈയൊക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുക. പിന്നെ ദാ ഓറഞ്ച് കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ച് കാച്ച് മറിഞ്ഞ് കിടക്കാൻ. ഇത് ഓറഞ്ച് പാടമായിട്ട് അങ്ങ് കിടക്കുക. നിങ്ങളുടെ വീട്ടിലും ആക്കണോ ഇതേപോലെ ഓറഞ്ച്? നല്ല പുളിപ്പുള്ള ഓറഞ്ച് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ എന്തായാലും ആ ഓറഞ്ച് ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓറഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് വളരെ നല്ലതല്ലേ, അല്ലേ? അതെ, നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു വിഷാംശം ഒന്നും ഇല്ലാതെ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇതിനകത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ തേക്കും തൈ ആണെങ്കിലും അതല്ലെങ്കിൽ അക്കേഷ്യ, പിന്നെ ഓറഞ്ചിൻ്റെ തൈയുണ്ട്, മാവിൻ്റെ തൈയുണ്ട്, പ്ലാവിൻ്റെ തൈയുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ അവക്കാഡോ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് മുന്തിരി, നമ്മുടെ മുന്തിരി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നാടൻ മുന്തിരി, നമ്മളിവിടുത്തെ കേരള മുന്തിരി. ഓക്കെ, അതൊക്കെ ഇവിടെ ഒരുപാട് തൈയുണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിലാണ് എല്ലാം നിൽപ്പുണ്ടെന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചെടി ഞാൻ പറയും ഇതെല്ലാം ഈ തൈകളെല്ലാം നമുക്ക് അത് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്പോട്ട് അത്രയും സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരു 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 എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു വല്ലാതെ തോന്നുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ കളക്ഷൻ വളരെ അടിപൊളി. അത് മാത്രമല്ല, അവർ ഇവിടെ തന്നെയാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ബൊഗൈൻവില്ലയും റോസയുടെയൊക്കെ കളക്ഷനാണ്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെയാണ് കുരുമുളക്. സത്യം പറഞ്ഞാൽ അവർക്ക് സ്ഥലപരിമിതി ഇല്ലാത്തതുകൊണ്ട് ഫലവൃക്ഷങ്ങളും ചെടികളും എല്ലാം ഒത്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ വെക്കാൻ പ്രധാന കാരണം മഴ കൂടിയാണ്. അപ്പോൾ പൂക്കളൊക്കെ തൊഴിയാതെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് അവർക്ക് ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വരുമ്പം എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ വന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഈ ഗാർഡൻ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വന്ന് കാണുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ല കളക്ഷനാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കണക്കല്ല. ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വമ്പൻ ഗാർഡൻ കളക്ഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെല്ലിയാവട്ടെ, പേരയാവട്ടെ, പേര നീലപ്പേര, പിന്നെ നമ്മളെ ചുവന്ന പേര, വെള്ളപ്പേര, അങ്ങനെയുള്ള ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പേരകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായ, പല ടൈപ്പ് 2-3 ടൈപ്പിലുള്ള പപ്പായയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കമുകിൻ തൈയുണ്ട്. കമുകിൻ തൈ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കമുകിൻ തൈയുണ്ട്. പെട്ടെന്ന് ഇതിനെ കായ്ക്കുന്ന ടൈപ്പ് കമുകിൻ തൈയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കായ്ഫലമുള്ള ഐറ്റംസ് ഉൾപ്പെടെ. പിന്നെ അതുകൂടാതെ അതിൻ്റെ ചെടിയാണെങ്കിലും വെണ്ട, നമ്മളിത് കണ്ടോ, വെണ്ട പൂത്ത് നിൽക്കുക. വെണ്ട കറി വയ്ക്കാൻ അവിടെ പരുവത്തിനായി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ കൊണ്ടുപോയി. പിന്നെ വഴുതനങ്ങയൊക്കെ അവിടെ കാച്ച മറിഞ്ഞ് കിടക്കുക. വഴുതനങ്ങ ഞാൻ ചെന്നപ്പോൾ അടത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യ മുരിങ്ങയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വലിയ തൈ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ തൈ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷനുമായിട്ടാണ് നമ്മുടെ റോസ് ഗാർഡൻ ഓണത്തിന് നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. അതെ, ഇപ്പം ചെടികളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ചെടികളെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ചെടികൾ തന്നെയാണ്. നമ്മുടെ മുറ്റം മനോഹരമാക്കാനും പിന്നെ നമുക്ക് പറമ്പിൽ ഒരു വിഷാംശമില്ലാതെ നമുക്ക് തന്നെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ അവർ ഓരോരോ ഫലവൃക്ഷങ്ങൾ നടുന്നുണ്ട്. നമ്മളും ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ഞങ്ങളും നട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് നമ്മുടെ പെരേടൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷമോ നടാത്ത ഒരു മലയാളി കാണത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗാർഡൻ തന്നെയാണ് നമ്മുടെ റോസ് ഗാർഡൻ. ഇവിടെ താമരയുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതിക്കോട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ റോസ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾ ഇവിടെ വന്ന് മാക്സിമം കാണുക. നിങ്ങൾക്ക് മാക്സിമം ആവശ്യമുള്ള എല്ലാ ചെടികളോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളോ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുക. നിങ്ങളുടെ വീടിനും മുറ്റത്തിനും നിങ്ങളുടെ പറമ്പിലും പറ്റിയ പച്ചപ്പും പൂക്കളും കായ്ഫലങ്ങളും തിരഞ്ഞെടുക്കാൻ ഇന്നത്തെ കാഴ്ചകൾ സഹായിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ, ടാറ്റാ.